ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊട്ടുകുറ്റിയൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ദാ ഇവിടെ ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഇഡലിത്തട്ടിലാണ്. ജസ്റ്റ് നമുക്കൊന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കാം. കാരണം നമ്മൾ പുട്ട വയ്ക്കുന്ന നേരത്ത് അതൊന്ന് ആ മാവ് അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ പുട്ട വയ്ക്കും പോലെ തന്നെയാണ്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈവച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ശക്തി എടുത്ത് പ്രസ് ചെയ്യരുത്, മാവ് കട്ടിയായി പോകും. അപ്പോൾ പയ്യെ ഇതുപോലെ ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് പയ്യെ ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ഇഡലിത്തട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇഡലിത്തട്ടി വെക്കുന്ന നേരത്ത് പൊടിയാതെ നോക്കണം. അപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഇതും നമുക്ക് ഇഡലിത്തട്ടിലോട്ട് മാറ്റാം. അപ്പോൾ എനിക്കിവിടെ ഒരു 3 എണ്ണത്തിനുള്ള മാവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അവിച്ചെടുക്കാനായിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.